ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് മഷ്റൂം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യിന് പകരമായി ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക്. അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം, 1-2 ബേ ലീഫ്, പിന്നെ വേണ്ടത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി ചതച്ചത്. നന്നായി പൊടിയാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ ടേസ്റ്റ് ആയിരിക്കും. അല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വഴറ്റുക. അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് ഇളം ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നീട് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി ഒരു മീഡിയം സൈസ്, പച്ചമുളക് 1-2 എരിവിനനുസരിച്ച് എടുക്കുക. വെളുത്തുള്ളി 10 എണ്ണം. ഇതൊന്ന് ചതച്ചെടുത്ത് അതിലേക്ക് ചേർക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് തക്കാളി, പുളി കൂടാൻ പാടില്ല, അത് കാരണം കൊണ്ടാണ് മീഡിയം സൈസ് എടുത്ത് പറയുന്നത്. അത് ചേർത്തതിന് നന്നായിട്ട് ഇളക്കി വഴറ്റിയതിന് ശേഷം അത് വെന്തതിന് ശേഷം മാത്രം പൊടി ചേർക്കുക. പൊടികൾ ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഗരം മസാല കൂടുതൽ ഉപയോഗിക്കരുത്. ഓൾറെഡി നമ്മൾ പട്ട, ഗ്രാമ്പു എല്ലാം ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഗരം മസാല കൂടുതൽ ഉപയോഗിച്ചാൽ മസാലക്കുത്ത് വരും. നിങ്ങൾ 2 ഗ്ലാസ് 3 ഗ്ലാസ്സൊക്കെ അരി ചേർക്കുന്നുണ്ടെങ്കിൽ ഗരം മസാലയുടെ അളവ് കൂട്ടി ഉപയോഗിക്കാം. 1 ഗ്ലാസ്സിന് ഇത്രയും മതി. പിന്നെ വേണ്ടത് നന്നായി കഴുകി അരിഞ്ഞു വെച്ച മഷ്റൂം ചേർക്കുക. അത് നന്നായി മസാല പിടിക്കുന്നത് വരെ വഴറ്റുക. മല്ലിയിലയും പുതിനയും ഒരു പിടി ചേർക്കാൻ മറക്കരുത്. അത് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് അരിഞ്ഞ് ചേർക്കുക. അത് നന്നായി വഴറ്റിയതിന് ശേഷം മഷ്റൂമും കൂടി ചേർത്ത് ഈ മസാല നന്നായി മഷ്റൂമിൽ പിടിക്കുന്നത് വരെ വഴറ്റി കൊടുത്ത് 5 മുതൽ 7 മിനിറ്റ് വരെ നമ്മൾ ചെറു തീയിൽ അടച്ച് വെക്കുക. അപ്പം മസാല നന്നായി പിടിക്കും മഷ്റൂമിൽ. മഷ്റൂം നല്ല സോഫ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് ഇളക്കി അരി ഇട്ട് കഴിഞ്ഞാൽ മഷ്റൂമിൽ മസാല പിടിക്കില്ല. അപ്പോൾ ഈ അരിയിൽ നമ്മൾ മഷ്റൂം കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ അടച്ച് വെച്ച് സിമ്മിലിട്ട് അടച്ച് വെച്ചാൽ ഈ മസാലകളെല്ലാം അതിൽ പിടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല മഷ്റൂം ഹാഫ് കുക്കാവുകയും ചെയ്യും. ബിരിയാണിക്ക് നിങ്ങൾ നെയ്യിന് പകരമായിട്ട് ഹാഫ് നെയ്യും ഹാഫ് വെജിറ്റബിൾ ഓയിലും കൂടി ഉപയോഗിക്കുക. അതും ടേസ്റ്റാണ്. ഇപ്പോൾ പ്രായമായവർക്ക് നെയ്യ് വേണ്ടെങ്കിൽ ഇങ്ങനെയും ഉപയോഗിക്കാം. ഇനി നെയ്യ് കംപ്ലീറ്റ് ഒഴിവാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ മാത്രം ഉപയോഗിച്ചാലും ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല. ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരിക്കും. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ബിരിയാണിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഉപ്പ് ചേർക്കണം. കാരണം അവസാനം നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കയറി നിന്നാൽ മാത്രമേ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് ഒരുപാട് ഉപ്പ് ഉപയോഗിക്കരുത്. ഇത് നന്നായിട്ട് മഷ്റൂം മസാല പിടിച്ചതിന് ശേഷം നമ്മൾ അതിൽ ചേർക്കേണ്ടത് കുറച്ച് തൈരാണ്. തൈര് എന്തിനാണ് ചേർക്കുന്നത്? നല്ല ടേസ്റ്റാണ്. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കാൻ പാടില്ല. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ തൈര് ചേർക്കാം. പുളി കൂടുതലാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. മീഡിയം പുളിയേ ഉള്ളൂ വെച്ചെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ മഷ്റൂം ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. അത് പുളിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ചെറുനാരങ്ങ ഇടയ്ക്ക് ചേർക്കാണ്ട്, ചെറുനാരങ്ങ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ചെറുനാരങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അരി ഇട്ട് ചെറുനാരങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് പുളിയായിരിക്കും. അതുകൊണ്ട് തന്നെ തൈരിൻ്റെ പുളി നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. തൈര് 1-2 ടീസ്പൂൺ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഈ മഷ്റൂം വെന്തതിന് ശേഷം 1-2 ടീസ്പൂൺ തൈര് ചേർക്കുക. തൈര് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചേർക്കേണ്ടത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൈമ റൈസാണ്. കൈമ റൈസിൻ്റെ വേറൊരു പേരാണ് ജീരകശാല റൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ്, സോനാ മസൂരി റൈസ് എല്ലാം ഉപയോഗിക്കാം. അങ്ങനെ പല റൈസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഏതായാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിക്കുന്നത് കൈമ റൈസാണ്. കൈമ റൈസ് ഞാനിവിടെ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത് 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. കൂടുതൽ വെള്ളത്തിൽ കുതിർത്ത് അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വരെ വെക്കാൻ പാടുള്ളൂ. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഈ അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അരമണിക്കൂറായി അത് വെള്ളം ഊറ്റി വയ്ക്കുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കുക. കൂടുതൽ വെള്ളമായാൽ കുഴഞ്ഞിരിക്കും. അത് കാരണം കൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ബിരിയാണിക്ക് വെള്ളം ചേർത്ത് അരി ചേർത്തിട്ട് ഒന്ന് വഴറ്റണം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചേർക്കാൻ പാടുള്ളൂ? വെള്ളം ചേർക്കുമ്പോൾ
കൂടിക്കഴിഞ്ഞാലും ബിരിയാണി അവസാനം നമ്മൾ കുക്കർ തുറന്നു കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കുന്നത് കാണാം. ഇത് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇത് ഒരു ഈസി ടിപ്പായിരിക്കും. പ്രാക്ടീസ് ഉള്ളവർക്ക് ഇതൊന്നും ആവശ്യമില്ല, അവർക്ക് നന്നായിട്ട് അറിയുന്നതായിരിക്കും. അവർ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. ഈ ഭാഗമൊക്കെ ചിലർക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും ഞാൻ പറയുമ്പോൾ. പക്ഷേ ഞാൻ പറയാൻ കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇതെല്ലാം അറിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും, കൂടുതൽ സമയം എടുക്കില്ല. ഞാനും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. വെള്ളം നമ്മൾ 1 ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. പിന്നെ ഉപ്പിൻ്റെ അളവ് അവസാനം ഒന്നുകൂടി നോക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം. എന്നിട്ട് കറക്റ്റാക്കി കുക്കർ അടച്ച് വെക്കുക. 2 വിസിൽ അടുപ്പിക്കുക. കൈമ റൈസിന് 2 വിസിൽ മതി. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ തീ പോയത്, അതായത് വിസിൽ ഔട്ടായതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില കുറച്ചും കൂടി ഉപയോഗിക്കാൻ. എടുത്ത് മല്ലിയില വേറെ ഉണ്ടായിരുന്നില്ല, അതും ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പില്ലേ നോക്കുക. ഇളക്കുമ്പോൾ ഒരു ഫോർക്ക് അല്ലെങ്കിൽ എന്താ പറയുക, കയ്യിൽ കൊണ്ട് ഇളക്കുമ്പോൾ മെല്ലെ ഇളക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോവും. നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കുന്ന ബിരിയാണി ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് സ്റ്റിഫായിരിക്കുന്നത് ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ചാൽ മതി. 1.25 ഗ്ലാസ് ഒഴിച്ചാലും കുഴപ്പമില്ല. എനിക്ക് കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും തരണേ. താങ്ക്